സംസ്ഥാനത്തെ 55 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ പെൻഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ വന്നുയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള കുറച്ച് പ്രധാന തീരുമാനങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. പെൻഷൻ ആർക്കൊക്കെ നഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകളാണ് ഇനി സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള വിശദ വിവരങ്ങൾ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ, അതായത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, ഇങ്ങനെയുള്ള സഹായം വാങ്ങുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകളെല്ലാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുകയും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് പറഞ്ഞയക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലയ്ക്കായിരിക്കും മുൻഗണന നൽകുന്നത്. നിരവധി പരാതികൾ വന്നിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന ഭൗതിക നിലവാരം, വീടിൻ്റെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച്, അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ എല്ലാ വരുമാന മാർഗങ്ങളും പരിശോധിച്ച് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്ക് പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വിവിധ വകുപ്പുകളുമായിട്ട് സഹകരിച്ചായിരിക്കും. 1 ഏക്കറിന് മുകളിൽ പുരയിടമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇനി പിടിവീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വകുപ്പുമായിട്ട് സഹകരിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ രീതിയിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, വീട്ടിൽ വാഹനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല, കാറുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടും. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ വാഹനമുണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നേരിട്ട് പരിശോധിക്കാതെ തന്നെ ഇങ്ങനെയുള്ളവരെ കൂടി പുറത്താക്കുന്നതിന് സർക്കാരിന് സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, വീട്ടിലെ AC ഉള്ള വീടുകളും അതോടൊപ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള വീടുകളും ഉണ്ടാകും. അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അയോഗ്യത കൃത്യമായിട്ട് ഉള്ളവരാണ്. അപ്പോൾ ആ അയോഗ്യത കൃത്യമായിട്ട് പരിശോധിച്ച് അവരെ പുറത്താക്കുക കൂടി ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കേണ്ട ഒരു സ്ഥിതി വിവരം വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പരിശോധനയ്ക്ക്, അതായത് പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലയ്ക്കായിരിക്കും മുൻഗണന നൽകുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലുള്ളവർ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇനി എല്ലാ വർഷവും സമർപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഓരോ വർഷവും മസ്റ്ററിങ് ചെയ്യുന്നത് പോലെ തന്നെ, മസ്റ്ററിങ് ഇനി എല്ലാ വർഷവും ഉണ്ടാകും, അതുപോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലും ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് കൂടി ചെയ്യണം. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടാണ്. ഇനി നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷനും കൂടി ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. നിലവിൽ ഗുണഭോക്താക്കൾ ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പെൻഷൻ ഗുണഭോക്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് സർക്കാർ തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളുടെ ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ കണക്ട് ചെയ്ത്, അതായത് ലിങ്കായിട്ട് കിടക്കുന്നത്, ആ അക്കൗണ്ടിലേക്ക് നമുക്ക് തുക എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചില അക്കൗണ്ടിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ കാണും. അതിലേതെങ്കിലും ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. മറ്റൊരു അക്കൗണ്ട് ചിലപ്പോൾ ബാലൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് ഫൈനുകളൊക്കെ വന്നു കിടക്കുന്ന, നമ്മൾ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളാകും. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടാണ് ആധാർ സീഡ് ചെയ്ത് കിടക്കുന്നത് എങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന് വലിയൊരു നഷ്ടം വരും. അതായത് അവിടേക്ക് തുക പോവുകയും നമുക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പോൾ സർക്കാർ ഈ രീതിയിലാണ് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ രീതികളെ പറ്റി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.